നമ്മൾ ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിലാണ്. പുരോഗതിയെക്കുറിച്ചും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നമ്മൾ വാതോരാതെ സംസാരിക്കാറുമുണ്ട്. എന്നാൽ കോർപ്പറേറ്റ് ഓഫീസുകൾക്കുള്ളിൽ ഇപ്പോഴും ചിലർ മധ്യകാലഘട്ടത്തിലെ ക്രൂരമായ അജണ്ടകളുമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? സ്നേഹത്തിന്റെ മുഖംമൂടി അണിഞ്ഞു വന്ന യുവതികളെ കെണിയിൽ വീഴ്ത്തുന്ന ലവ് ജിഹാദ് പോലെയുള്ള ഗ്രൂമിംഗ് ട്രാപ്പുകൾ, തീവ്രവാദ ചിന്താഗതികൾ വച്ചുപുലർത്തുന്ന മൗലവിമാരുടെ സ്വാധീനം, ഒപ്പം ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന കടുത്ത മാനസിക ലൈംഗിക പീഡനങ്ങൾ, ഇതൊന്നും ഏതെങ്കിലും ഉൾഗ്രാമങ്ങളിൽ നടക്കുന്നതല്ല. മറിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനികളിൽ ഒന്നായ TCSന്റെ നാസിക് ഓഫീസിനുള്ളിലാണ് ഈ ക്രൂരതകൾ ആദ്യം അരങ്ങേറിയത്. ഇപ്പോഴിതാ ആ സംഭവം ഉണ്ടാക്കിയ ആ ഞെട്ടൽ മാറുന്നതിന് മുൻപ് സമാനമായ മറ്റൊരു കൊടും ക്രൂരതയുടെ കഥ ഇന്ത്യയിലെ പ്രമുഖ IT ഭീമനായ വിപ്രോയുടെ പൂനെ ഓഫീസിൽ നിന്നും പുറത്തു വരികയാണ്. തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയെ കബളിപ്പിച്ച് മതം മാറ്റാൻ ശ്രമിക്കുകയും അതിന് വഴങ്ങാത്തപ്പോൾ ലാപ്ടോപ്പ് പാസ്വേഡ് വരെ ഹാക്ക് ചെയ്ത് നിർബന്ധിതമായി രാജിവെപ്പിക്കുകയും ചെയ്തുവെന്ന വിപ്രോ മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ IT ലോകത്തെ ഒന്നടങ്കം പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. കോർപ്പറേറ്റ് ജിഹാദ് എന്ന രീതിയിലുള്ള കടുത്ത ചർച്ചകൾക്ക് വരെ ഇത് വഴി തുറന്നിരിക്കുകയാണ്. എന്താണ് പൂനെ വിപ്രോ ഓഫീസിലും നാസിക് TCS ഓഫീസിലും നടന്നത്? നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ആദ്യം നമുക്ക് നാസിക് TCS കേസിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് വരാം. ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം SIT കോടതിയിൽ സമർപ്പിച്ച 1500 പേജുകളുള്ള കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു 23 വയസ്സുള്ള യുവതി വ്യക്തിപരമായ ചില മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് പ്രതിയായ ഡാനിഷ് ഷെയ്ഖ് യുവതിയുമായിട്ട് അടുക്കുന്നത്. യുവതിയുടെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് ഡാനിഷ് പറഞ്ഞത്, നീ ഹിന്ദു ദൈവങ്ങളുടെ പാട്ടുകൾ കേൾക്കുന്നതും ക്ഷേത്രങ്ങളിൽ പോകുന്നതും നിർത്തണം, എങ്കിൽ മാത്രമേ നിന്റെ മാനസിക വിഷമം മാറുകയുള്ളൂ എന്നാണ്. ഭയപ്പെടേണ്ടതില്ല എന്നും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച ഇയാൾ യുവതിയെ കൊണ്ട് നിർബന്ധപൂർവ്വം ഇസ്ലാമിക പ്രാർത്ഥനകൾ ചൊല്ലിക്കാൻ തുടങ്ങി. ഇത്ര മാത്രമല്ല, പാകിസ്ഥാനിലെ പ്രമുഖ ഇസ്ലാമിക പ്രഭാഷകനായ താരിഖ് ജമീലിന്റെ പ്രസംഗങ്ങളും വീഡിയോകളും നിരന്തരം കാണാൻ ഇയാൾ യുവതിയെ നിർബന്ധിക്കുകയുമായിരുന്നു. താൻ വിവാഹിതനാണെന്ന കാര്യം മറച്ചുവെച്ചുകൊണ്ട് ഡാനിഷ് ഷെയ്ഖ് ഈ യുവതിയെ ക്രൂരമായി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയും അവളുടെ അക്കൗണ്ട് വിവരങ്ങളും UPI പിൻ നമ്പറും തന്ത്രപൂർവ്വം കൈക്കലാക്കി സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയും ചെയ്തു. ഈ കേസിൽ ഡാനിഷ് ഷെയ്ഖ്, തൗസിഫ് അത്താർ എന്നിവരെ കൂടാതെ നിദ ഇജാസ് ഖാൻ എന്നൊരു വനിതാ ജീവനക്കാരിയുമുണ്ട്. ഓഫീസിലെ വനിതാ ജീവനക്കാരെ കേന്ദ്രീകരിച്ച് ഇവർ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ഈ ഗ്രൂപ്പ് വഴി മറ്റു വനിതാ ജീവനക്കാരെ ഇസ്ലാമിക ആചാരങ്ങൾ പിന്തുടരാൻ ഇവർ കടുത്ത സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇതിനെതിരെ പ്രതികരിക്കുന്നവരെ മാനസികമായി പീഡിപ്പിക്കുകയും ജോലിസ്ഥലത്ത് ഒറ്റപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു അവരുടെ രീതി. കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഏതാണ്ട് 40 ദിവസത്തോളം പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞ നിദാ ഖാന് ഒളിവിൽ കഴിയാൻ സൗകര്യം ചെയ്തു കൊടുത്ത AIMIM കോർപ്പറേറ്റർ മദീൻ മജീദ് പട്ടേൽ എന്നയാളെയും കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ നാണക്കേട് എന്താണെന്ന് വെച്ചാൽ, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ നടത്തിയ അന്വേഷണത്തിൽ കമ്പനിയിലെ പോഷ്, അതായത് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരാസ്മെന്റ് കമ്മിറ്റി അംഗം പോലും പ്രതികൾക്ക് അനുകൂലമായിട്ട് നിലകൊണ്ടു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് പൂനെയിൽ നിന്നുള്ള പുതിയ സംഭവത്തിലേക്ക് വരാം. പൂനെയിലെ IT ഹബായ ഹിഞ്ചേവാഡിയിലെ വിപ്രോ ഓഫീസിൽ പ്രൊജക്ട് മാനേജറായി ജോലി ചെയ്തിരുന്ന ഒരു യുവതിയാണ് ഇപ്പോൾ നീതി തേടി രംഗത്തെത്തിയിരിക്കുന്നത്. ഹിന്ദു ജനജാഗൃതി സമിതിയുടെ പ്രതിനിധികൾക്കൊപ്പം പൂനെയിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഈ യുവതി താൻ അനുഭവിച്ച 10 മാസത്തെ ക്രൂരമായ മാനസിക പീഡനങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞത്. തന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഷാഹിന റഫീഖ് എന്ന വനിതാ സഹപ്രവർത്തകയാണ് ഇതിന് പിന്നിലെന്നാണ് യുവതി പറയുന്നത്. ഈ കേസിന്റെ ഗൗരവം മനസ്സിലാക്കിയ യുവതിയുടെ വക്കീൽ വിപ്രോ കമ്പനിക്ക് നിയമപരമായ നോട്ടീസ് അയക്കുകയും ഹിഞ്ചേവാഡി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പരാതിക്കാരിയായ മുൻ ജീവനക്കാരി പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഇത് വെറുമൊരു സാധാരണ ഓഫീസ് വഴക്കല്ല എന്ന്. പ്രതിയായ ഷാഹിന റഫീഖ് ഈ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം നിരന്തരം മതപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. നീ നിന്റെ ഹിന്ദു മതം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് ഇവർ നിരന്തരം നിർബന്ധിക്കുകയുമായിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ചാൽ മികച്ചൊരു ജീവിതശൈലി ലഭിക്കുമെന്നും ദുബായിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നും പറഞ്ഞിട്ടായിരുന്നു പ്രലോഭനം. അവിടെ വെച്ച് ഒരു അറബ് ഷെയ്ഖുമായി വിവാഹം കഴിപ്പിച്ചു തരാമെന്നും സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാമെന്നും ഇവർ പ്രലോഭിച്ചതായിട്ട് യുവതി ആരോപിക്കുന്നു. എന്നാൽ ഈ കെണിയിൽ വീഴാൻ പരാതിക്കാരി തയ്യാറായില്ല. അവർ ഈ നിർദ്ദേശങ്ങളെല്ലാം ശക്തമായി എതിർക്കുകയും ഔദ്യോഗിക കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ആശയവിനിമയം പരിമിതപ്പെടുത്തുകയും ചെയ്തു. ഇതോടെയാണ് പെൺകുട്ടിയുടെ ജോലിസ്ഥലത്തെ ജീവിതം നരകതുല്യമായി മാറിയത്. പെൺകുട്ടി തങ്ങളുടെ അജണ്ടകൾക്ക് വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയ പ്രതികൾ പിന്നീട് ചെയ്തത് സിനിമകളെ പോലും വെല്ലുന്ന ചതിയാണ്. തന്റെ പരാതികൾ കമ്പനിയിലെ HR വിഭാഗത്തെ അറിയിച്ചിട്ടും അവർ പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് യുവതി ആരോപിക്കുന്നു. ഒരു ദിവസം പെൺകുട്ടി ഓഫീസിൽ എത്തിയപ്പോൾ അവളുടെ ലാപ്ടോപ്പ് ക്രെഡൻഷ്യൽസ് മാറ്റപ്പെട്ടതായി കണ്ടു.
സിസ്റ്റത്തിലേക്കുള്ള ആക്സസ് പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അതിനുശേഷം പെൺകുട്ടിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവളുടെ പേരിൽ ഒരു വ്യാജ റെസിഗ്നേഷൻ സിസ്റ്റം വഴി സബ്മിറ്റ് ചെയ്യപ്പെട്ടു. ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഇന്റേണൽ സിസ്റ്റം ദുരുപയോഗം ചെയ്താണ് ഈ ക്രൂരത നടത്തിയിരിക്കുന്നത്. ജോലി നഷ്ടപ്പെട്ടതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ യുവതി തനിക്ക് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നും ജോലിയിൽ തിരിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ലീഗൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ സംഭവങ്ങൾ വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ ചർച്ചയായതോടെ വിപ്രോ TCS കമ്പനികൾ ഔദ്യോഗിക പ്രസ്താവനയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളുടെ ജീവനക്കാരുടെ അന്തസ്സിനും സുരക്ഷിതത്വത്തിനുമാണ് കമ്പനി മുൻഗണന നൽകുന്നതെന്നും ഏതെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങളോ പീഡനങ്ങളോ വെച്ചുപൊറുപ്പിക്കില്ല എന്ന സീറോ ടോളറൻസ് നയമാണ് കമ്പനിക്കുള്ളതെന്നും അവർ വ്യക്തമാക്കി. അതേസമയം വിപ്രോ കേസുകളിൽ ഹിഞ്ചേവാടി പോലീസ് പറയുന്നത് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും എന്നാൽ പരാതിക്കാരിയായ യുവതി തന്റെ ആരോപണങ്ങൾ തെളിയിക്കാനുള്ള കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ ഇനിയും പൂർണ്ണമായി സമർപ്പിച്ചിട്ടില്ല എന്നുമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഡിജിറ്റൽ ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷമേ വിപ്രോ കേസിലെ യഥാർത്ഥ സത്യം പുറത്തുവരും. TCS കേസിൽ നിലവിൽ ജാമ്യാപേക്ഷകൾ കോടതി തള്ളിക്കളഞ്ഞ് പ്രതികളെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലിക്ക് കയറുന്നത് സുരക്ഷിതമായ ഒരു കരിയർ സ്വപ്നം കണ്ടുകൊണ്ടാണ്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ എയർ കണ്ടീഷൻഡ് ഓഫീസിനുള്ളിൽ നമ്മളോടൊപ്പം ഡെസ്കിലിരുന്ന് ചിരിച്ച് സംസാരിക്കുന്ന സഹപ്രവർത്തകർ തന്നെ ഇത്തരം ഒരു ഗ്രൂമിംഗ് ട്രാപ്പ് ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് ആരെങ്കിലും വിചാരിക്കുമോ? ഈ കേസ് കോർപ്പറേറ്റ് ലോകത്തിന് നൽകുന്ന ഒരു വലിയ മുന്നറിയിപ്പാണ്. ജീവനക്കാർക്ക് വലിയ ശമ്പളം കൊടുത്താൽ മാത്രം പോരാ, അവർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം ഉറപ്പാക്കാൻ കമ്പനികൾക്ക് ബാധ്യതയുണ്ട്. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി സ്വന്തം ജീവനക്കാരുടെ പരാതികൾ മൂടിവെക്കാൻ ശ്രമിക്കുന്ന മാനേജ്മെന്റുകൾ കണ്ണു തുറന്ന് കാണേണ്ട ഒന്നാണിത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.